സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിന് മഹത്വം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും വന്ദനം. സ്നേഹനാഥം യൂട്യൂബ് ചാനൽ കൂടി വീണ്ടും ഒരു സന്ദേശവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് കൃപ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഗാനങ്ങളും സന്ദേശങ്ങളും മറ്റ് പ്രോഗ്രാമുകളും അനേകർക്ക് അനുഗ്രഹമായി എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് മറ്റൊരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ലോകത്തിലെ വലിയ ഭാഗ്യവാൻ എന്നതാണ്. ലോകത്തിലെ ഭാഗ്യവാന്മാരുടെ പട്ടിക എടുത്താൽ ഒരു നീണ്ട പട്ടിക തന്നെ നാം ഉണ്ടാക്കേണ്ടി വരും. അനേകരോടും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്ന് ചോദിച്ചാൽ അവർ പല ഉത്തരങ്ങൾ നൽകുവാൻ ഇടയുണ്ട്. ഒന്നാമതായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഉത്തരം ലോകത്തിലെ ഏറ്റവും മഹാസമ്പന്നൻ്റെ പേരായിരിക്കും. അദ്ദേഹമാണ് ഭാഗ്യവാൻ എന്ന് പറയാൻ സാധ്യതയുണ്ട്. മറ്റേതിനോട് ചോദിച്ചാൽ ഏറ്റവും സൗന്ദര്യമുള്ളവനാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞേക്കാം. മറ്റു ചിലർ ഏറ്റവും ആരോഗ്യവാനാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞേക്കാം. മറ്റു ചിലർ ഏറ്റവും കൂടുതൽ ആൾബലമുള്ള പോപ്പുലാരിറ്റിയുള്ള വ്യക്തിയാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞേക്കാം. മറ്റു ചിലർ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ നീളും ഭാഗ്യവാന്മാരുടെ പട്ടിക. എന്നാൽ എൻ്റെ അന്വേഷണത്തിൽ ഇവരാരുമല്ല ഇന്ന് ഭാഗ്യവാനായിട്ട് നിലകൊള്ളുന്നത്. ക്രൊയേഷ്യക്കാരനായ ഫ്രെയിൻ സെലാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും മുന്തിയ ഭാഗ്യവാൻ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ പറഞ്ഞ ഒരു പട്ടികയിലും അദ്ദേഹമില്ല. പിന്നെ എങ്ങനെയാണ് മഹാഭാഗ്യവാനായിട്ട് താൻ തീരുന്നത്? അതിന് 3 കാരണങ്ങൾ ആണ് ഉള്ളത്. ഒന്നൊരു ക്രൂഷ്യലായിട്ടുള്ള ട്രെയിൻ ആക്സിഡൻറ്റിൽ താൻ പെട്ടു. അനേകർ ആ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ താൻ രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടാമതായിട്ട് ഏറ്റവും വലിയൊരു പ്ലെയിൻ ക്രാഷിൽ താൻ അകപ്പെട്ടു. അതിലും താൻ രക്ഷപ്പെട്ടു. താൻ ജീവനോടെ ശേഷിച്ചു. മൂന്നാമതായിട്ടൊരു വലിയ കാർ ആക്സിഡൻറ്റിൽ താൻ പെട്ടു. അവിടെയും ദൈവം തന്നെ രക്ഷിച്ചു. മരണം തന്നെ കീഴടക്കുവാൻ ഈ 3 ഇടങ്ങളിലും ഇടയാകാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ക്രൊയേഷ്യക്കാരനായ ഫ്രെയിൻ സെലാക്ക് എന്ന് പറയുന്ന വ്യക്തി. ഏറ്റവും വലിയ ഭാഗ്യവാന്റെ ലിസ്റ്റിൽ കിടക്കുന്നത് അദ്ദേഹമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് വളരെ വ്യക്തമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 32:1 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്. അതാണ് യഥാർത്ഥ ഭാഗ്യവാൻ എന്ന് തിരുവചനം ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസം ഉണ്ടാകുകയില്ല. മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ 2 പദങ്ങൾ ശ്രദ്ധിക്കുക. 1 ലംഘനം, 2 പാപം. എന്താണ് ലംഘനമെന്ന് പറഞ്ഞാൽ ദൈവിക അധികാരത്തോടുള്ള വെല്ലുവിളിയാണ് വചനത്തിൽ കാണുന്ന ലംഘനം.
ഈ ലോകത്തിൽ കാണുന്ന ഭരണാധികാരികളോടും ഭരണ സംവിധാനത്തോടും വെല്ലുവിളികൾ നടത്താറുണ്ട്. അതും ലംഘനമാണ്. നിയമത്തോട് എതിർക്കുന്നത് തന്നെ ലംഘനമെന്നാണ് നാം കാണുവാൻ കഴിയുന്നത്. അത് ക്ഷമിച്ചു കിട്ടുന്നവൻ ലോകത്തിൽ ഭാഗ്യവാനാണെന്ന് വചനം നമ്മെ അനുശാസിക്കുന്നു. വീണ്ടും നാം കാണുന്നത് പാപം മറച്ചു കിട്ടുക. പാപം എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ലക്ഷ്യം തെറ്റുക എന്നതാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിയാൽ അത് പാപമാണ് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 3:12 ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, ലക്ഷ്യം തെറ്റുക എന്ന് പറഞ്ഞാൽ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഒരുവൻ മഹാഭാഗ്യവാനായിരിക്കും എന്നതിന് ഒരു സംശയമില്ല. അവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. അവനാണ് സന്തോഷിപ്പാൻ വകയുള്ളത്. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം അഥവാ മലമുകളിലെ പ്രസംഗമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം അവസാനം വരെ നാം കാണുന്നത്. സ്തോത്രം. വാസ്തവത്തിൽ എന്താണ് ഈ പ്രസംഗം? ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രകടന പത്രിക തന്നെയായിരുന്നു യേശുവിൻ്റെ മലമുകളിലെ പ്രസംഗം. എന്നാൽ യഹൂദന്മാർ അതിനെ അംഗീകരിച്ചില്ല. അവർ അതിനെ തള്ളിക്കളഞ്ഞതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്വന്തം ജാതിയിലേക്ക് അവരെ ഉദ്ധരിക്കുവാനായിട്ട് യേശു കടന്നു വന്നു. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ അവരതിനെ നിരസിച്ചുവെങ്കിൽ, ഇതാ ലോകത്തിലെ അനേകം മഹാന്മാർ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട്, ആശയം ഉൾക്കൊണ്ട് പിൽക്കാലങ്ങളിൽ പ്രവർത്തിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1920 ഗാന്ധിജി എഴുതി, ഏതു വഴിയിലേക്ക് തിരിയണം എന്ന് എനിക്കറിയാൻ വയ്യാത്ത ഘട്ടത്തിൽ ഞാൻ ബൈബിളിൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലേക്ക് തിരിയുകയും അതിൽ നിന്ന് ശക്തി സംഭരിക്കുകയും ചെയ്തു. അതെനിക്ക് സ്വർഗീയ ആനന്ദം നൽകുന്നു. ഞാൻ നല്ലവനായി തീരുവാൻ അതെന്നെ സഹായിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:3 മുതൽ യേശുവിൻ്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇങ്ങനെയാണത് ആരംഭിക്കുന്നത്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ദൂഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇവരെല്ലാം തന്നെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവരാണ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരാണ്. അവർക്ക് ഭാഗ്യപദവിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞു എന്നാണ്. അവരുടെ ജീവിതത്തിൽ മുകളിൽ പറഞ്ഞ എല്ലാ സ്വഭാവ വിശേഷങ്ങളും പകർത്തിയിട്ടുണ്ടെങ്കിൽ, ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും ഭാഗ്യവാൻ്റെ പട്ടികയിലാണ് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. വീണ്ടും ജനനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് അതിൻ്റെ ഉപദേശം? 2 ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നൽകിയിരിക്കുന്നു വീണ്ടും ജനിക്കണമെങ്കിൽ. ഒന്ന്, റിപ്പൻറ്റൻസ് ചെയ്യുക,
പശ്ചാത്തപിക്കുക അല്ലെങ്കിൽ അനുതപിക്കുക എന്ന് പറയും. ആരോടാണ് അനുതപിക്കേണ്ടത്? നാം ആരോട് പാപം ചെയ്തുവോ അവനോട് പശ്ചാത്തപിക്കണം. ഈ ലോകത്തിൽ നാം ഒരു പുരുഷനോടോ ഒരു സ്ത്രീയോടോ ഒരു സമൂഹത്തോടോ പാപം ചെയ്തു എങ്കിൽ അവരോടല്ല നാം പശ്ചാത്തപിക്കേണ്ടത്, നാം ദൈവത്തോടാണ് പശ്ചാത്തപിക്കേണ്ടത്. കാരണം ദൈവിക കൽപ്പനയാണ് നാം ലംഘിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് നാം മാപ്പപേക്ഷിക്കണം, അനുതപിക്കണം. എങ്കിൽ രക്ഷയെങ്കിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ദൈവത്തിന് വചനം ഇപ്രകാരം പറയുന്നു, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. രണ്ടാമത്തെ ഉപദേശം വിശ്വാസമാണ്. ലോകത്തിൽ നാം പലരെയും വിശ്വസിക്കുന്നു, പലരിലും വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമായോ? നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ നമുക്ക് സംഭവിക്കുന്നുവോ എന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ റോങ് ആയിട്ടുള്ള വിശ്വാസം വല്ലാത്ത നിലയിൽ നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ ശരിയായ വിശ്വാസം മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുകയുള്ളൂ. പലരും പറയാറുണ്ടല്ലോ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന്. അത് സാധാരണ പറയാറുള്ളൊരു ചൊല്ലാണ്. ശരിയാണ്, നിൻ്റെ ശരിയായ വിശ്വാസം നിന്നെ രക്ഷിക്കും, ഇല്ലെങ്കിൽ അത് രക്ഷിക്കുകയില്ല. ഞാൻ കേരളത്തിൽ അടൂരാണ് താമസിക്കുന്നത്. എനിക്ക് അടൂരിൽ നിന്നൊരു ബസ്സിൽ എറണാകുളത്തെത്തണമെങ്കിൽ അടൂരിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ബസ്സിൽ കയറണം, അല്ലെങ്കിൽ ഡൽഹിക്ക് പോകണമെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കയറണം. അല്ലാതെ കന്യാകുമാരിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ഡൽഹിയിലെത്തും അല്ലെങ്കിൽ എറണാകുളത്തെത്തും എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ ഫലം എന്തായിരിക്കും? നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ശരിയായ വിശ്വാസം മാത്രമേ നമ്മെ രക്ഷിക്കുകയുള്ളൂ. ദൈവവചനം നമ്മുടെ വഴികാട്ടിയാണ്, അത് നമ്മുടെ ആധാരമാണ്. എങ്കിലും ആ പുസ്തകത്തിലല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം നമ്മുടെ കർത്താവിലാണ്. സ്തോത്രം. നാം പല സഭകളിൽ കൂട്ടായ്മകൾ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം ആ സഭയിലാകരുത്, ആ ഓർഗനൈസേഷനിലാകരുത്. അത് നമ്മെ രക്ഷിക്കുകയില്ല. നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ളവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൽ അല്ലെങ്കിൽ കർത്താവിൽ നാം വിശ്വസിക്കണം. പലപ്പോഴും നമ്മുടെ പുണ്യപ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ നമ്മെ രക്ഷിക്കും എന്ന ചിന്താഗതിയിൽ നാം ജീവിക്കാറുണ്ട്, പ്രവർത്തിക്കാറുണ്ട്. പുണ്യപ്രവൃത്തി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ലഭിക്കുന്ന കിരീടത്തിൽ അനേക മുത്തുകൾ വയ്ക്കപ്പെടുവാൻ അത് കാരണമായി തീരും. പക്ഷേ സ്തോത്രം, നമ്മുടെ നല്ല വർക്ക് കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല. രക്ഷിക്കപ്പെടുന്നവർ നല്ല വർക്ക് ചെയ്യണം, അത് യാഥാർത്ഥ്യമാണ്. രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല, രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്നർത്ഥം. നാലാമതായിട്ട് നമ്മുടെ നല്ല ജീവിതം കൊണ്ട് രക്ഷിക്കപ്പെടാം എന്നാരും ചിന്തിക്കരുത്. അത് കഴിയുകയില്ല. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെക്കുറിച്ച്, നമ്മുടെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് വചനം പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെയാണെന്ന്. അപ്പോൾ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്നാണ് അവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അഞ്ചാമത്, നമ്മുടെ മതപരമായ ആചാരങ്ങളിൽ നാം വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്. അതല്ല നമ്മെ രക്ഷയിലേക്ക് നടത്തുന്നത്. പ്രിയമുള്ളവരുടെ, നമ്മുടെ വിശ്വാസം ആരിലാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലാണോ നിങ്ങളുടെ വിശ്വാസം എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, നാം
ഭാഗ്യവാനായിത്തീരും, ഭാഗ്യവതിയായിത്തീരും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ പട്ടികയിൽ എനിക്കും നിങ്ങൾക്കും ഇടം പിടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.